What is actually behind your success? Why do people choose Webbers? There are a couple of things actually. See, Webbers എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ തന്നെ വി ആർ എ ബഞ്ച് ഓഫ് റിക്രൂട്ടേഴ്സ്. സോ ആ ടീമിൻ്റെ പിന്നിലുണ്ടായിരുന്നത് ഞങ്ങളൊരു 2000 മുതൽ റിക്രൂട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പറ്റം സുഹൃത്തുക്കളാണ് ഇതിൻ്റെ ആക്ച്വലി ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു ബെനിഫിറ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ATS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ഇതെല്ലാം ഞങ്ങൾ 2000-ൻ്റെ തുടക്കത്തിൽ ഉപയോഗിച്ചു വന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു റെസ്യൂം കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ ആ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആകും, അല്ലെങ്കിൽ എന്തെല്ലാം ടെർമിനോളജീസിലെ കീവേഡ്സ് ഉപയോഗിച്ചാലാണ് ആ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ആകുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായ ധാരണ ഉള്ള ആൾക്കാരായിരുന്നു ഇതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുണ്ടായിരുന്നത്. സോ സ്ലോലി വെൻ വി സ്റ്റാർട്ടഡ് അപ്പ് ആൻഡ് വെൻ വി ഹയേർഡ് ന്യൂ പീപ്പിൾ, നമ്മൾ അവരെയും ഈ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യിച്ച് ആ രീതിയിലോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലോയിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് ആ തുടക്കകാലം മുതലേ നമുക്ക് സാധിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടക്കം മുതൽ വന്നിരുന്ന കസ്റ്റമേഴ്സ് ഇവരെല്ലാം റെസ്യൂംസ് നമുക്ക് ആ രീതിയിൽ ചെയ്തുകൊണ്ട് അവർക്കെല്ലാം അത് വളരെയധികം ബെനിഫിറ്റായി. ഇപ്പോഴും നമ്മുടെ ഒരു സർവേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 80-90% ഓഫ് നമ്മുടെ കസ്റ്റമേഴ്സ് അത് വന്നിരിക്കുന്ന റെഫറൻസ് മുഖേനയാണ്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ഡെപ്ത് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ദ കൈൻഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എക്സ്പെർട്ടീസ് വി ഹാഡ്, അതിനാണ് നമ്മുടെ ബാക്ക് ബോൺ. അത് തന്നെയാണ് നമ്മുടെ ഒരു സക്സസ് ആയിട്ട് ഞാൻ ഇന്നും കാണുന്നത്. ഹൂ ഷുഡ് ടേക്ക് യുവർ സർവീസസ്? അതായത് ഇപ്പം നമുക്ക് ഫ്രഷേഴ്സ് ഉണ്ട്, മിഡ് ലെവൽ പ്രൊഫഷണൽസ് ഉണ്ട്, അപ്പോൾ ആരാണ് നിങ്ങളെ റീച്ച് ചെയ്യേണ്ടത്? സി anyone or everyone who needs a resume, who knew the value of a resume, അവർക്കെല്ലാം നമ്മൾ സമീപിക്കാം. കാര്യം there are two type of people who look for a job. ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവർ ജോലി നോക്കുന്നത് അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഗോൾസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്, അവരൊരു കരിയർ ഗോളിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ജോബ് നോക്കുന്നത്. ലൈക്ക് എൻ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ചെറിയ പിള്ളേരുടെ അടുത്ത് വലുതാകുമ്പോൾ എന്താകണമെന്ന് ചോദിക്കും. അപ്പോൾ ചിലർ പറയും ഡോക്ടർ ആകണം. സോ ആഫ്റ്റർ ദർ എഡ്യൂക്കേഷൻ അവർ 10th കഴിഞ്ഞാൽ ആ രീതിയിലോട്ട് മാറും. അത് കഴിഞ്ഞ് അവർ ഡോക്ടറിൻ്റെ ആ രീതിയിലുള്ള കോഴ്സസ് പഠിക്കും. അത് കഴിയുമ്പോൾ അവർ നെക്സ്റ്റ് ഡോക്ടറാവും. സോ അതാണ് ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അവരുടെ ആഗ്രഹം ഒരു കരിയറാണ്, കരിയർ പ്രോഗ്രഷനാണ്. അവരൊരു ഫിനാൻഷ്യൽ ഗോൾ ആയിരിക്കത്തില്ല അവരുടെ മെയിൻ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ആക്ച്വലി പ്രൈമറി വെബേഴ്സിൻ്റെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെങ്കിൽ വി ഓൾസോ ന്യൂ വാട്ട് ദേ ആർ ലുക്കിംഗ് ഫോർ ആൻഡ് വി ആൾ ഹാവ് ദാറ്റ് എക്സ്പെർട്ടീസ് ഓൾസോ ടു മേക്ക് ദം അച്ചീവ് ദെയർ ഗോൾ. സോ അങ്ങനെയുള്ള ആൾക്കാരാണ് കറൻ്റ്ലി അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നത്. അപ്പോൾ ദേ ആർ ഗുഡ് ഇൻ വാട്ട് ദേ ഡു. സോ ഇഫ് യു കൺസിഡർ എ ഡോക്ടർ, അവർ ചെയ്യുന്ന മേഖലയിൽ വളരെ നല്ലതായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒരു റെസ്യൂം ചെയ്യാനോ ഒരു വേർഡ് ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യാനോ അറിയത്തില്ലായിരിക്കും. സോ അങ്ങനത്തെ ആൾക്കാരാണ് പ്രൈമറിലി നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സായിട്ട് വരുന്നത്. ബട്ട് ഇൻ എ വാസ്റ്റ് ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ anyone who looking for a help, looking for a resume help can always come to us. We are always happy to welcome each and everyone.